ഈ ലോക്ക്ഡൌൺ കാലത്ത് ഒരുമിച്ച് കൂടി സ്നേഹങ്ങൾ പങ്കുവെച്ച് അതുപോലെ തന്നെ ദൈവത്തിന്റെ കാര്യങ്ങൾ ഓരോ നമ്മൾ പങ്കുവെക്കുകയും നമുക്ക് അതുവഴി നിരവധി അനുഭവങ്ങൾ ലഭിക്കുവാനും അതുപോലെ തന്നെ ടോമിപ്പാടെ ഓരോ സ്പീച്ച് നമുക്ക് ആദ്യമേ തന്നെ കേൾക്കാം. അതിനുവേണ്ടി ടോമിപ്പായെ ആദ്യമേ തന്നെ ടോമിപ്പായെ ആദ്യമേ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സൂമിൽ കൂടുന്ന എല്ലാവർക്കും നന്ദി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്ര പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മക്കളെ, കുഞ്ഞു മക്കളെ, ഈ പ്രത്യേക അവസരത്തിൽ നമുക്ക് 5 ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഒന്നിച്ച് നമ്മുടെ പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്ത് തന്നിരിക്കുന്ന വലിയ ആഗ്രഹം അതിന്റെ മാക്സിമം ഉപയോഗം ഈ കുറച്ച് മണിക്കൂറുകളിൽ നമുക്ക് എടുക്കാം. ഇന്നെല്ലാം ആസൂത്രണം ചെയ്ത സന്ധിയാണ്. പെട്ടെന്നൊരു പരിപാടി ഇട്ടു. ആ നിർദ്ദേശം ജോർജ് കുട്ടിക്ക് കൊടുത്തു. അത് പ്രകാരം നമുക്ക് സഹോദരങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ഫുട്ബോൾ താരത്തിൽ കൊടുത്തു. ഇടയ്ക്കമ്മ മുങ്ങുന്നുണ്ട്. വയസ്സന്മാരെന്നൊക്കെ ഇവിടുത്തെ ചാക്കിന്റെ ഞങ്ങളെ പേടിച്ചവർ ഇടയ്ക്ക് മുങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് കർത്താവോ എന്തെങ്കിലും പ്രശ്നം ഞങ്ങളുടെ ഇതിൽ നിന്ന് വരികയാണെങ്കിൽ ഇവരെല്ലാവരും അതിനെ ക്ഷമിച്ച് സമാധാനത്തോടെ ഇരുന്ന് കേൾക്കുക. ഇടയ്ക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നേരത്തെ വീട്ടിൽ വല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് അതിനടുത്ത് അടിച്ചു വെച്ചുകൊള്ളുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ എല്ലാവരെയും കാണാൻ, നിങ്ങളെ ഓരോരുത്തരെയും മാറി മാറി കാണാൻ ഞങ്ങൾക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തെ നന്ദി പറയുന്നു. എല്ലാവരുടെയും പ്രോഗ്രാം ഉണ്ടല്ലോ. അതിനാൽ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 41-ാമത്തെ വചനം നമുക്ക് എടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തതിന് മുമ്പ് അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നതിനെ പറ്റിയാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം എന്നോട് അയക്കുന്നു. ഇതിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ നഗരം വിട്ടു പോകരുത്. അതായത് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് വരെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തുനിന്ന് പോകരുതെന്ന്, കർത്താവ് ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ആയിരിക്കണമെന്ന് കർത്താവ് നിർദ്ദേശിക്കുകയാണ്. അത് അപ്പോസ്തല പ്രവർത്തനത്തിൽ 1-ാം അധ്യായത്തിൽ 4-ാം വചനം ഇതൊന്നുകൂടെ അപ്പോസ്തലന്മാരിൽ കൂടെ നമുക്ക് വീണ്ടും സന്ദേശമായി തരികയാണ്. നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. അപ്പോൾ ജെറുസലേം വിട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റിയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാനുള്ളത്. ജെറുസലേം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലയം ഇരിക്കുന്ന സ്ഥലം. ഇപ്പോൾ സഭയിലെ ഒരു പ്രത്യേക അനുഗ്രഹം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നേരത്തെ എല്ലാവർക്കും പള്ളിയിൽ പോയി ആരാധിക്കണമായിരുന്നു. എന്നാൽ ഈ ലോകത്തിന്റെ ശക്തി ദേവാലയം അടച്ചിട്ടപ്പോൾ നമ്മുടെ ഭവനങ്ങൾ ദേവാലയമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ മുറി, നമ്മുടെ
ബലിപീഠമാക്കി മാറ്റിക്കൊണ്ട് അവിടെ ബലി അർപ്പിക്കുവാനും ദൈവ ശുശ്രൂഷ സ്വീകരിക്കുവാനും ഈശോയെ തന്നെ സ്വീകരിക്കുവാനും പാപ്പായുടെ പ്രത്യേക അനുമതിയോടുകൂടി നമുക്ക് അനുഗ്രഹം തന്നു. ഈ ഒരു കാര്യമാണ് നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കേണ്ടത്. നമ്മള് വീട്ടിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് അതിന്റെ പരമാവധി ഉപയോഗം നമ്മൾ എടുക്കണം. ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ, തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ശക്തിസംഗീതമായി ഉന്നതനീശനിൽ പാടിപ്പുകഴ്ത്തിടുവിൻ, തപ്പുകൾ കൊട്ടുവിൻ, കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ, ആർത്തുഘോഷിക്കുവിൻ, കാഹളം മുഴക്കുവിൻ, ആമോദമോടെ പാടുവിൻ, ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ, ശക്തി സങ്കേതമായി ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. പാടാ കുഴപ്പമില്ല പാടാ ചക്കരെ. അതാണ് പിള്ളേര് പാട്ട് പാടുക, രജനിയുടെ പിള്ളേര് പാട്ട് പാടുക. പാട്ട് പാടുക. രജനിയുടെ പിള്ളേരുടെ പാട്ടാണ്. ആവേ മരിയ Dominus tecum benedictus. Let thy mighty power flow and set me free. Precious Spirit, come.
Holy Spirit, come into me now to touch and heal. ನಲ್ಲಿ വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യകാരും എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ടവെന്നിൻ തടാകമേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ടവെന്നിൻ തടാകമേ. അത് മതി. പരിശുദ്ധാമ എന്റെ പാട്ട് കേട്ടു. ഇന്നാണോ നല്ല ദിവസമാണ്. ഒന്നൊരു ബ്ലെസ്സിംഗ് കൊടുത്തേ എല്ലാവർക്കും. നല്ല ആൾക്കാർ വീണു പോകും. ശിവൻജി പെട്ടെന്ന് പോകും. അവന്റെ വെള്ളം എടുക്കണം. ഇവിടെ എന്നാക്കി ഉണ്ടെന്ന് അറിയാവോ? മാവുണ്ട്, ഇതുണ്ട്, ശിവാന്തിക്ക് എല്ലാം ഉണ്ട്. മാവും തേങ്ങയും. എല്ലാരെയും കാണിച്ചേ, ശിവാന്റിനെ എല്ലാരെയും കാണിച്ചേ. ബിക്കോസ് ഇവിടെ ആൾക്കാര് ഉറങ്ങാൻ പോകും. ശിവാന്റി കഥ അടയ്ക്കാൻ പോയി. ആണോ? കഥ അടയ്ക്കാൻ. ഇത് ശിവാന്റി ഇവിടുത്തെ ഏറ്റവും ശിവാന്റി ഇവിടെ കഥ അടയ്ക്കാൻ പോയി. ശിവാന്റി ഇവിടെ 2-3 പേര് കിടന്ന് ഉറങ്ങാൻ പോകും. വായിക്കോട്ടെ വിടുന്നു, ഉറങ്ങാൻ പോവാ. ശിവാനി ഇപ്പം വരുവേ. എടി ശിവാനി കാണിക്കില്ല, എല്ലാരും ഉറങ്ങാൻ പോവാടി. ശിവാന്റി, ഹലോ ശിവാന്റി. ഹായ് ജർമിയ. ഓ ജർമിയാടാ, ഉറങ്ങണ പാവട പോട്ടറാ, ചക്കരടാ പോട്ടറാ. എല്ലാരും ഉണ്ട്. ഡൂടി ചേച്ചി, എങ്ങനെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു? ശരി, ശിവാന്റി പിന്നെ മുങ്ങിയോ? ഹായ്. മണി 2. ഹലോ ചേച്ചി,
കവിത ജെർമിയ ജെർമിയ പാറ്റി സണ്ണി ചാച്ച ടോമി ചാച്ച ആജോൺ പാട്ടിയും ശിവാന്റി ഗുഡ് ആഫ്റ്റർനൂൺ. അവിടുത്തെ ഞായറാഴ്ച പരിപാടിയെല്ലാം കഴിഞ്ഞോ? ആയോ അവസാനം? ജെനിക്കുട്ടി രാജു എന്തൊരു മനു ശിവാന്റി കേട്ടോ? അവനുണ്ട് ജോ ചേച്ചിയെ പറഞ്ഞു വന്നില്ലേ ഒരു എല്ലാവർക്കും ഇതിന്റെ ഈ ഗ്രൂപ്പിന്റെ പേര് മക്കൾ. നമുക്ക് പേരില്ല ഈ ഗ്രൂപ്പിൽ Mother Mary's group. Oh, okay. Sister Teslin, we are awaiting your valuable message. Inaugurate our spiritual leader. സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. Our ശിവാന്റി Okay, thank you, Tere. സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. okay. ചെല്ല കൊറേ ദിവസം ഓട്ടായ്മ എല്ലാവർക്കും എന്റെ സഭയുടെ ജന്മദിനാണ് ഒന്ന് ഓർക്ക് പറഞ്ഞതാണ്. നമുക്ക് ഒരുമിച്ച് പറയാം. എല്ലാവർക്കും സഭയുടെ ജന്മദിന ആഘോഷം 2020 മാതാവിന്റെ ദിവസമാണല്ലോ. Spouse of Jesus, the spouse of the Holy Spirit. Now, together reflect on this particular day, one of the greatest day. We will never get it back. We will never like this Sunday. Something very beautiful things God has given to us this particular day. The Annunciation of Mother Mary and the visitation of the Mother Mary together with the Pentecost Sunday. Mary visiting first time a human being. In the Bible says she ran in haste to visit her cousin Elizabeth as soon as she conceived Jesus in her womb. What happened? Who revealed the first time Jesus is made flesh in this world? Through John the Baptist. A little unborn child is proclaimed. Jesus is made flesh in a woman. Mary went to visit Elizabeth without telling anybody in the world, not even Saint Joseph. As soon as she entered the gate of the Elizabeth, who was already pregnant 6 months with John the Baptist, and Elizabeth did not even see
Mother Mary's arrival, she heard someone coming to visit her. And when she entered, she got the message because she was full of the Holy Spirit, filled with the Holy Spirit. The child jumped with joy. What a great joy she had. Because she was filled with the Holy Spirit, she said, "Blessed are you among women. I am not worthy to welcome the mother of my Lord. As soon as you came to visit me, my child leapt with joy." Unborn child is proclaimed. John the Baptist proclaimed the hidden Jesus in her womb. So she couldn't keep the secret anymore. So today, that feast on Pentecost Day. What's Pentecost? The Spirit of the Lord came to earth to give a new birth, that is, new baptism, to make us reborn in Christ. On the Pentecost, disciples were praying, all the children of God prayed now, waiting for the coming of the Holy Spirit. The same Mary, same, and now two great Christians came together. It's very important for us to start a new prayer group with the spouse of Mary. The feast we can call it Mary, Immaculate Heart of Mary, the spouse of Jesus, the spouse of the Holy Spirit. So this feast, I welcome each and every one of you, all my sisters and brothers, all my nieces and nephews, and all the extended family, all together. All the extended families. And my brothers and my sister-in-laws, my sisters and my brother-in-laws, and their family and their extended family. Let us come together as a one church in simple faith, no matter one faith, one hope, one love. That is, in baptism we receive, in the Pentecost day we renew by receiving the Holy Spirit in us. And Mother, during my last week's retreat, I made in contemplation what I received is Mother Mary received Jesus first in the heart. When God the Father sent His Holy Spirit, Mother Mary, to give Jesus to Mother Mary for the world salvation, she received Jesus. He says in one very inspired book, Jesus came to me, the Holy Spirit came to me in my heart, in her womb, and Jesus born in her womb. And so the same way, you and me and all our little ones are receiving Pentecost Day, the Holy Spirit in the heart of Mary, and we are already in the heart of Mary because she is the mother and we are her children. And this day, these two feasts united together, we are in the Mother Mary's heart. Now we have to be born in the womb of Mary, then we become baptized child in the Holy Spirit. So I'm going to make this special prayer for all of you, that every day we can pray for the protection of the
Holy Trinity, and protection of our Mary and Saint Joseph be with us. Together, in the name of the Father, and of the Son, and of the Holy Spirit. Amen. Good night. Good night. My soul doth magnify the Lord, and I rejoice in God my Savior. Luke 1:46. Mary's own prayer. My soul doth magnify the Lord, and I rejoice in God my Savior. I use the word I, even though we are a group. When a personalized I, me, encounter with the Holy God, who is very personal. We are group, but we are one-to-one with God. It is very important for us. So I pray. I ask Mary's help and the Holy Spirit help. O Immaculate Heart of Mary, I plead my cause to your maternal heart. Form in me a heart of invincible faith, true humility, ardent prayer, a firm hope, and lovely charity. So that I may become fruitful, filled with the Holy Spirit. O Queen of Hearts, you have the power to change hearts, transform mind. Come to claim my heart. Bring with you a beloved spouse, the Holy Spirit, that you may dwell together forever in the depths of our soul. Together we pray. Come, Holy Spirit. Come, Holy Spirit. Come to my heart. Come to my heart. Take me Take me to you. to you. Fill me Fill me with your fruits, with your fruits, that I may that I may become become your body. your body. Hail Mary, Hail Mary, full of grace. full of grace. The Lord is with you. The Lord is with you. Blessed are you Blessed are you among women. among women. Blessed is the fruit Blessed is of your womb, Jesus. of Jesus. Holy Mary, Holy Mary, Mother of God, Mother of God, pray for us sinners, pray for us sinners, now and now and at the hour of our death. at the hour of our death. Amen. Amen. Jesus, Mary, Joseph, Jesus, Mary, Joseph, bless our family. bless our family. We love you. We love you. We trust you. Trust in you. We surrender We surrender each and every one of us each and every one to you, Jesus, to you, Jesus, to you, Holy Family. to you, Holy Family. Separate us Separate us never never from your life. from your. Amen. Amen. In the name of the Father, and of the Son, and the Holy Spirit. Amen. Let us sing that song together. പെന്തിക്കോസ്ത് നാളിൽ നിങ്ങളൊന്ന് പാടാ ഒരുമിച്ച്. നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാം. Ready? 1, 2, 3, start.
ഉന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകൂ പിന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകൂ ചേച്ചി ഉറക്കപ്പാട് പിന്മഴ പെയ്യണം നമുക്ക് പാടാൻ അറിയാമോ അത്? ചേച്ചിക്ക് എന്നാ കേക്കത്തില്ലെന്ന് തോന്നുന്നു. കേക്കാം ചേച്ചി കേൾക്കുന്നുണ്ടോ? ചോദിച്ചു